സന്ദർശക വിസയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന പ്രവാസി കുടുംബങ്ങളും പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകളും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഇമിഗ്രേഷൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ യുഎസിൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കൻ ഭരണകൂടം ബർത്ത് ടൂറിസം എന്ന് വിളിക്കുന്ന പ്രവണതയ്ക്കെതിരെ പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. സന്ദർശക വിസയിൽ അമേരിക്കയിലെത്തി പ്രസവിക്കുകയും കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം ലഭിച്ചതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന രീതിയാണ് സാധാരണയായി ബർത്ത് ടൂറിസം എന്ന് പറയുന്നത്. ഇത്തരം യാത്രകളിൽ യഥാർത്ഥ യാത്രാ ഉദ്ദേശം മറച്ചുവെച്ച് വിസ നേടിയെടുക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ കൂടുതൽ കർശനമായ പരിശോധനകൾ നടക്കുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം വിസ നിബന്ധനകൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയ 900-ലധികം സന്ദർശക വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. വിസ അപേക്ഷിക്കുന്ന സമയത്തോ അമേരിക്കൻ എയർപോർട്ടിൽ പ്രവേശിക്കുന്ന സമയത്തോ യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചുവെക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്തതായി കണ്ടെത്തിയവർക്കെതിരെയാണ് നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇതോടൊപ്പം ഭാവിയിൽ അമേരിക്കയിലേക്കുള്ള യാത്രയിലും ഇവർക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടതായി വരാം. ഇനി ഗർഭിണികളായ സ്ത്രീകൾ എന്താണ് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നോക്കാം. അമേരിക്കയിൽ പ്രസവിക്കുന്നത് മാത്രം നിയമവിരുദ്ധമല്ല. അതുപോലെ നിയമപരമായ രീതിയിൽ അമേരിക്കയിൽ ചികിത്സ തേടുന്നതും സാധ്യമാണ്. എന്നാൽ ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ യഥാർത്ഥ യാത്രാ ഉദ്ദേശം മറച്ചുവെക്കുന്നത് വലിയ പ്രശ്നമായി മാറാം. ഉദാഹരണത്തിന് വിസ അപേക്ഷയിൽ യാത്രയുടെ ലക്ഷ്യം സാധാരണ വിനോദസഞ്ചാരമാണെന്ന് കാണിക്കുകയും എന്നാൽ യഥാർത്ഥ ലക്ഷ്യം അമേരിക്കയിലെത്തി പ്രസവിക്കുക എന്നതാണെങ്കിൽ അത് തെറ്റായ വിവരമായി കണക്കാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് DS-160 ഫോമിലും വിസ ഇന്റർവ്യൂവിലും യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം കൃത്യമായി നൽകുന്നത് വളരെ പ്രധാനമാണ്. അമേരിക്കയിൽ ചികിത്സയ്ക്കോ പ്രസവത്തിനോ പോകുന്നവർക്ക് മറ്റൊരു പ്രധാന കാര്യം സാമ്പത്തിക ശേഷിയാണ്. ചികിത്സയ്ക്കും ആശുപത്രി ചെലവുകൾക്കും ആവശ്യമായ പണം സ്വന്തം നിലയിൽ വഹിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ കഴിയണം. ആവശ്യമെങ്കിൽ ആശുപത്രി രേഖകൾ, ഡോക്ടറുടെ രേഖകൾ, സാമ്പത്തിക രേഖകൾ, ഇൻഷുറൻസ് സംബന്ധമായ രേഖകൾ തുടങ്ങിയവ കൈവശം വെക്കുന്നത് സഹായകരമായിരിക്കും. അമേരിക്കൻ എയർപോർട്ടുകളിലും പരിശോധന കൂടുതൽ ശക്തമായിരിക്കുകയാണ്. CBP ഉദ്യോഗസ്ഥർക്ക് യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് സംശയം തോന്നിയാൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും അധിക രേഖകൾ പരിശോധിക്കാനും സാധിക്കും. അതിനാൽ വിസ കിട്ടിയല്ലോ, ഇനി അമേരിക്കയിൽ എളുപ്പത്തിൽ പ്രവേശിക്കാമെന്ന് കരുതരുത്. വിസ ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിൽ പ്രവേശനം ഉറപ്പാക്കുന്നില്ല. അന്തിമ പ്രവേശന തീരുമാനം എയർപോർട്ടിലെ CBP ഉദ്യോഗസ്ഥർക്കാണ്. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ഉദ്ദേശം, ചികിത്സാ ക്രമീകരണങ്ങൾ, ചെലവ് വഹിക്കാനുള്ള സാമ്പത്തിക ശേഷി എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തത പുലർത്തണം. അതുപോലെ വ്യാജരേഖകളോ തെറ്റായ വിവരങ്ങളോ നൽകി വിസ നേടാൻ ശ്രമിക്കരുത്. വ്യാജ വിവരങ്ങൾ നൽകുന്നത് നിങ്ങളുടെ നിലവിലെ വിസയെ മാത്രമല്ല ഭാവിയിലെ അമേരിക്കൻ വിസ അപേക്ഷകളെയും ബാധിക്കാം. അതിനാൽ അമേരിക്കയിലേക്ക് സന്ദർശക വിസയിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്ന മലയാളി കുടുംബങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സത്യസന്ധമായ വിവരങ്ങൾ നൽകുക എന്നതാണ്. യാത്രയുടെ യഥാർത്ഥ ഉദ്ദേശം വ്യക്തമാക്കുക, ആവശ്യമായ സാമ്പത്തികവും മെഡിക്കൽ രേഖകളും തയ്യാറാക്കുക എന്നതും പ്രധാനമാണ്. ഏതെങ്കിലും ഏജന്റിന്റെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് അപേക്ഷ നൽകാതെ അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്, USCIS, CBP തുടങ്ങിയ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മാത്രം പരിശോധിക്കുക. അമേരിക്കൻ വിസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകളും ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളും തത്സമയം അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.